ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. സെമിനാരിയുടെ മൂലാർത്ഥം തിരയുമ്പോൾ വിത്ത് പാകുന്ന ഇടം എന്നൊരു സുന്ദരമായ ആശയത്തിൽ നാം എത്തി നിൽക്കും. സെമിനാരി എന്ന് പറഞ്ഞാൽ വിത്ത് പാകുന്ന ഇടം എന്ന് ചിന്തിക്കുന്നത് സുന്ദരമായൊരു കാര്യം തന്നെയായിട്ട് ഞാൻ കരുതുന്നു. ഈ വിത്ത് പാകുന്നിടങ്ങളിൽ വിശുദ്ധമായ നിലങ്ങളെപ്പോലെ ജീവിച്ച മഹാത്മാക്കളുണ്ടായിട്ടുണ്ട്. ഫാദർ സക്കറിയാസ് എന്ന മഹാമിഷണറിയായ ഒരു വൈദികൻ്റെ ജീവിതത്തിലൂടെ ഇന്ന് സഞ്ചരിക്കാം എന്ന് കരുതുകയാണ്. 45 വർഷത്തിലേറെ കാലം പുത്തമ്പള്ളി സെമിനാരിയിലും സെയിൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി ആലുവ അവിടെയും സേവനമനുഷ്ഠിച്ച് കടന്നുപോയ സക്കറിയാസ് അച്ഛൻ കേരളത്തിലെ പഴയ തലമുറയിലെ വൈദികരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ രൂപമാണ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഈ പുസ്തകം ഇതൊരു പഴമയുടെ പുസ്തകമാണ്. കാരണം 1961 ഈ പുസ്തകം രചിക്കപ്പെടുന്നത്. ഇത് എഴുതിയതാകട്ടെ മറ്റൊരു മഹത് സാന്നിധ്യം ഫാദർ ജോൺ കുന്നപ്പള്ളി. ഈ പുസ്തകത്തിന് ആത്മാർത്ഥതയുടെ ഭംഗിയുണ്ട്, ഹൃദ്യതയുടെ ഒരാകർഷണീയതയുണ്ട്. പിന്നെ വലിയൊരു മഹാത്മാവിൻ്റെ ജീവിതത്തിലൂടെ നടത്തുന്ന യാത്രയുടെ സുഖകരമായൊരു കൂടണയൽ അനുഭവം നൽകുന്ന ആ ഒരു ചാരുതയുണ്ട്. ഫാദർ സക്കറിയാസ് കർമ്മലിത്ത ചൈതന്യത്തോടുകൂടി ഭാരതത്തിലേക്ക് വന്ന മിഷണറി, സെമിനാരിക്കാരുടെ രൂപീകരണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചയാൾ. കുന്നപ്പള്ളിയച്ചൻ എഴുതുന്ന ഒരു രസകരമായ കാര്യമുണ്ട്. ഓരോ വർഷവും പുതിയ സെമിനാരിക്കാർ മേജർ സെമിനാരിയിലേക്ക് വരുമ്പോൾ ജ്യേഷ്ഠന്മാർ അവർക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അകലെ നിൽക്കുന്ന അവർ സക്കറിയാസ് അച്ഛനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറയും, അതാണ് ഫാദർ സക്കറിയാസ്, അദ്ദേഹം നിങ്ങളുടെ പ്രീഫെക്റ്റ് ആയിരിക്കും ഇനി 3 വർഷക്കാലം, അദ്ദേഹം ഒരു വിശുദ്ധനാണ്. ഈ സെമിനാരിയിലൊക്കെ പഠിപ്പിക്കുവാൻ വേണ്ടി നിയുക്തരാക്കപ്പെടുന്ന ഏതൊരു വൈദികനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹമായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക, അദ്ദേഹമായിരിക്കും നിങ്ങളുടെ റെക്ടർ, അദ്ദേഹം ഒരു വിശുദ്ധനാണ് എന്ന് പറയുവാൻ സാധിക്കണം. ശരിക്കും വിത്ത് മുളക്കുന്ന ഇടത്ത് അപ്പോയിൻറ്റഡ് ആക്കപ്പെടുന്ന വൈദികർ ശരിക്കും വിശുദ്ധർ തന്നെയായിരിക്കണം. ജ്ഞാനവും വേണം, വിജ്ഞാനവും വേണം. ജ്ഞാനമാർഗത്തിലൂടെയും സഞ്ചരിക്കണം, ഭക്തിമാർഗത്തിലൂടെയും സഞ്ചരിക്കണം. ഇങ്ങനെയുള്ള ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും വിഭക്തിയുടെയും ഒക്കെ ഒരു വിളനിലമായിരുന്ന സക്കറിയാസ് അച്ഛൻ 1928 രസകരമായൊരു പ്രവചനം പുത്തമ്പള്ളി സെമിനാരിയിലാണ്. എല്ലാവരും ഗാഠനിദ്രയിൽ പെട്ടെന്ന് ഒരു ബ്രദർ അലറിക്കരയുന്നു, ചാടി എഴുന്നേൽക്കുന്നു. ഏതോ സ്വപ്നം കണ്ടതാകണം, പക്ഷേ പേടിപ്പെടുത്തണം സ്വപ്നമൊന്നുമല്ല. ഈ സ്വപ്നത്തിനിടയിൽ അയാൾ പറഞ്ഞൊരു കാര്യം ഒരു പ്രവചനമായി മാറുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഫാദർ സക്കറിയാസ് ഈസ് എ സെയിൻറ്റ്. ഈ എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് ഇങ്ങനെ ഒരാൾ ഉറക്കം വെടിഞ്ഞ് വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളി അങ്ങനെ എന്തേ പറഞ്ഞു. കുന്നപ്പള്ളി അച്ഛൻ പറയുന്നു, അതൊരു പ്രവചനമാണ്. കാരണം ജീവിതത്തിലുടനീളം വിശുദ്ധിയുടെ പരിമളം എങ്ങും പരത്തി ജീവിച്ച ഒരാൾ, അയാൾ വിശുദ്ധനായി അംഗീകരിക്കപ്പെടണമല്ലോ. ഹീ ഈസ് എ സെയിൻറ്റ് എന്ന കാര്യം ഒരു വ്യക്തി ഒരു വെളിച്ചപ്പാടിനെ പോലെ വെളിപ്പെടുത്തൽ നൽകി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അത്രേ ചെയ്യുന്നുള്ളൂ. ആലുവ സെമിനാരിയിൽ പണ്ട് ഫാദർ സക്കറിയാസിൻ്റെ കാലഘട്ടത്തിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം 15 മിനിറ്റ് നേരത്തേക്ക് ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം ഉണ്ടായിരിക്കും. സക്കറിയാസ് അച്ഛനാണ് ഈ പ്രസംഗം നടത്തുക. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് അതീവ കരുണയോടുകൂടി പ്രസംഗിച്ചു തുടങ്ങും അദ്ദേഹം. പിന്നെ ക്രിസ്തുവിൻ്റെ കരുണയിൽ അലിഞ്ഞ് ഒന്നായവനെ പോലെ മുഖം ചുവക്കും, കണ്ണുകൾക്ക് സ്വർഗത്തിലേക്ക് തുറക്കുന്ന കിളിവാതിലുകളുടെ ആ ഒരു ഭാവം വന്നു ചേരും.
അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നിൽക്കുമ്പോൾ ആ പ്രസംഗമായി അദ്ദേഹം മാറുന്നത് പോലെ ഒരു തോന്നൽ സെമിനാരിക്കാർക്കുണ്ടാകും. അങ്ങനെ പ്രസംഗിക്കുന്നയാൾ പ്രസംഗം തന്നെയായി മാറുന്ന അവസ്ഥയിൽ പറയുന്ന ഓരോ വാക്കും അവരുടെ ഹൃദയത്തെ സ്പർശിക്കും. വിശുദ്ധനായ ഒരാൾ വിശുദ്ധരെക്കുറിച്ച് പറയുന്നത് പോലെ, കാരുണ്യത്തിൻ്റെ പുഴ പോലൊരാൾ കാരുണ്യത്തിൻ്റെ കടലിലേക്ക് ഒഴുകിക്കൊണ്ട് മറ്റുള്ളവരെ ആ ഒഴുക്കിൽ ഒന്നാക്കി ചേർക്കുന്നത് പോലെ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് കുന്നപ്പള്ളി അച്ഛൻ ചൂണ്ടിക്കാട്ടുക, എല്ലാവർക്കും എല്ലാമായിരുന്നു ഈ വൈദികൻ. എല്ലാവർക്കും എല്ലാമായി മാറുന്നതിന് വേണ്ടി ഓടിക്കിടക്കണം അദ്ദേഹം. അദ്ദേഹത്തെ എളുപ്പം ആളുകൾക്ക് പറ്റിക്കാൻ സാധിക്കും എന്ന് ചിലരൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് മറ്റൊരു ഫിലോസഫിയാണുള്ളത്. ചിലരാൽ പറ്റിക്കപ്പെട്ടാലും ഒരുപാട് പേരെ സേവിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയല്ലേ വളരെ നല്ലത്. ദയാലു എന്ന് എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഗുണവാനായ സക്രിയാസ് അച്ഛൻ എന്നാണ് അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ നിരന്തരമായിട്ട് അഭിസംബോധന ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കരുണയുടെ കരകവിയിലാണ് എപ്പോഴും ജീവിതത്തിലുണ്ടാവുക. അക്കാലത്ത് ബ്രദേഴ്സിന് വരുന്ന മണി ഓർഡറുകളും മറ്റും ശരിയല്ലാത്ത മട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഏഞ്ചൽ മാസ്റ്ററെക്കുറിച്ചുള്ള പരാതികൾ വന്നു. പിന്നെ പരാതികൾക്ക് വിരാമമിടുവാൻ വേണ്ടി വ്യാപകമായ അന്വേഷണം നടത്തി. അപ്പോൾ മനസ്സിലായി, ബ്രദേഴ്സിൻ്റെ മണി ഓർഡറുകൾ മാത്രമല്ല, പല പ്രാവശ്യം സക്രിയാസ് അച്ഛന് വന്ന പണവും ഏഞ്ചൽ മാസ്റ്റർ അദ്ദേഹം അപഹരിച്ചു. ഇതറിഞ്ഞ് സക്രിയാസ് അച്ഛൻ പറയുന്നു, അയ്യോ പാവം ആ മാസ്റ്റർ, അദ്ദേഹത്തിന് അന്ന് എന്നേക്കാൾ കൂടുതലായിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് അയാളുടെ കയ്യിലേക്ക് ആ പൈസ ചെന്നിട്ടുണ്ടാകും. അയാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരാൾ. നമ്മൾ പെട്ടെന്ന് ഓർത്തു പോവുക സെൻ പാരമ്പര്യത്തിലെ ആ പഴയ ഗുരുവിനെയാണ്. ശിഷ്യന്മാർ രാത്രിയുടെ മറവറ്റി ഇരുള് പോലെ മതിൽ ചാടി പുറത്തേക്ക് പോകുന്നു. പിന്നെ വേണ്ടാത്ത കാര്യങ്ങളിലെല്ലാം അഭിരമിച്ച് അവർ സമയം പാഴാക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ മതിൽ ചാടാൻ വേണ്ടി ഒരു ചെറിയ സ്റ്റൂളിടും, അതിൽ ചവിട്ടിയാണ് മതിൽ ചാടി പുറത്ത് പോവുക. ഒരു നാൾ ഇതുപോലെ ഇരുള് പോലെ പുറത്ത് പോയി, പിന്നെ ഇരുള് പോലെ തന്നെ അകത്തേക്ക് വരുമ്പോൾ ഈ സ്റ്റൂള് മാറ്റിയിട്ട് ഗുരു കുനിഞ്ഞിരിക്കുകയാണ്. അയാളുടെ മുതുകത്ത് ചവിട്ടിയിട്ടാണ് പിന്നെ ആശ്രമത്തിലേക്ക് അവർ പ്രവേശിക്കുക. മുതുകത്ത് ചവിട്ടുമ്പോൾ പൊള്ളുകയാണ്, അകത്ത് ഏതൊക്കെയോ തീപ്പൊരി കത്തിപ്പടരുന്ന പോലെയാണ്. ഈ ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ അങ്ങേക്ക് നൊന്തോ? അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു, നീ നിനക്ക് തന്നെ നൽകുന്ന നൊമ്പരത്തെക്കാൾ വലിയ നൊമ്പരം എൻ്റെ മുതുകത്തില്ലല്ലോ, പിന്നെ പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അയാൾ പിന്നെ മെച്ചപ്പെടും. ഇത്തരത്തിൽ പ്രസംഗം നടത്തിക്കൊണ്ട്, കാരുണ്യത്തിൻ്റെ പ്രസംഗം നടത്തിക്കൊണ്ട് എല്ലാവരും നവീകരിച്ച വ്യക്തിയായിരുന്നു സക്രിയാസ് അച്ഛൻ. അദ്ദേഹം പരാജിതരുടെ മിത്രമായിരുന്നത്രേ. സെമിനാരി എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും വിജയിക്കുന്നവരെ ധാരാളമായിട്ട് അവിടെ കണ്ടെത്താൻ സാധിക്കും. പൊതുവെ പഠനകാര്യങ്ങളിലും പഠനേതര കാര്യങ്ങളിലൊക്കെ മികവുള്ളവരാണ് സെമിനാരിയിൽ അങ്ങനെ മുന്നോട്ട് പോവുക. പക്ഷേ ചിലപ്പോഴൊക്കെ മുടന്തൻ ആടുകളുണ്ടായിരിക്കും. ഈ മുടന്തൻ ആടുകളുടെ വിലാപം കേൾക്കാൻ അധികം പേരില്ലാത്തത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. സക്രിയാസ് അച്ഛൻ ഇങ്ങനെയുള്ളവരുടെ കൂടെയായിരുന്നു അത്രേ. മാർക്ക് കുറഞ്ഞു പോകുന്നവരുടെ, വീണു പോകുന്നവരുടെ, എല്ലാവരാലും പരിത്യക്തരാക്കപ്പെടുന്നവരുടെ കൂടെ. ഇടയൻ്റെ ആ ധർമ്മം അദ്ദേഹം ഓർത്തെടുത്തിട്ടുണ്ടാകണം. അങ്ങനെ ശരിക്കും ഒറ്റപ്പെട്ടു പോകുന്നവരെ വീണ്ടും ഒന്ന് ഒപ്പത്തിനൊപ്പമാക്കി മാറ്റുവാൻ വേണ്ടി ഒരു കൈത്താങ്ങ് കൊടുക്കുന്ന ഒരാൾ. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് തന്നെയല്ലേ, സ്കഫോൾഡിങ്, ഒരു കൈത്താങ്ങ് കൊടുക്കലാണ്. സെമിനാരിയിൽ ഏറ്റവും ബെസ്റ്റ്, ഫാസ്റ്റസ്റ്റ്, ഫസ്റ്റ് അങ്ങനെയുള്ളവർ മാത്രം വേണമെന്നുള്ള ശാഠ്യങ്ങളൊക്കെ സത്യത്തിൽ അത്ര ശരിയാണോ? മാർക്കൽപ്പം കുറഞ്ഞു പോയവൻ, കഴിവൽപ്പം ഇല്ലാതായി പോയവൻ, അവനെയൊക്കെ തള്ളിക്കളയേണ്ടി വരുന്ന അവസ്ഥകൾ സത്യത്തിൽ അത്ര നല്ലതാണോ? ഇത് ഇക്കാലത്ത് നാം വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട ഒരു വിഷയം. 1918 ഇദ്ദേഹം ഹൈന്ദവ തത്വശാസ്ത്രം സെമിനാരി പഠനത്തിൻ്റെ സിലബസിൽ ചേർത്തു. പിന്നീട് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഔദ്യോഗികമായിട്ട്
ഹൈന്ദവ തത്വശാസ്ത്രം കൂടി മേജർ സെമിനാരി പഠനത്തിൽ ഉൾപ്പെടുത്തപ്പെടണമെന്ന തീരുമാനമുണ്ടായത്. അപ്പോൾ മുന്നേ പറക്കുന്ന പക്ഷിയായിരുന്നു സക്കറിയാസ് അച്ഛൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നവീകരണ മാർഗങ്ങൾ അത്രയ്ക്ക് അകലെയുള്ള മാർഗങ്ങളൊന്നായിരുന്നില്ല. പരിഷ്കരണം 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 എന്ന് അദ്ദേഹം നിരന്തരം പറഞ്ഞിരുന്നത്രേ. കാരണം ജീവിതത്തിൽ കുറേ റിന്യൂവൽസ് വേണം. ഇപ്പോൾ ഹൈന്ദവ തത്വങ്ങൾ പഠിച്ചെടുക്കുന്നത് വഴി കുറച്ചുകൂടി മനസ്സിൻ്റെ വളർച്ച നേടിയെടുക്കാനാവുമെന്ന ചിന്ത ഈ 1918 പോലെ അത്രയ്ക്ക് പിന്നാമ്പുറത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലായിടത്തും എപ്പോഴും എത്തിച്ചേരാൻ അദ്ദേഹം സാധിച്ചിരുന്നത്രേ. സെമിനാരിക്കാരുടെ വളർച്ചയ്ക്കിടയിൽ ഏത് മുക്കിലും മൂലയിലും അദ്ദേഹം ചെല്ലുമായിരുന്നു. ഒറ്റക്ക് നിൽക്കുന്നവനെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഈ കൂട്ടം കൂടി ഉഴപ്പാൻ ശ്രമിക്കുന്നവരുടെ ഇടയിലേക്ക് ഒറ്റപ്പെട്ട വ്യക്തിത്വം പുലർത്തുന്ന ഒരു തിരുത്തൽ പോലെ അദ്ദേഹം ചെന്ന് നിൽക്കും. എങ്ങും എവിടെയും അദ്ദേഹം. അതുകൊണ്ട് തന്നെ സക്കറിയാസ് അച്ഛൻ്റെ കൺവട്ടത്ത് നിന്ന് പോയി തെറ്റ് ചെയ്യുക സാധ്യമല്ലായിരുന്നു അത്രേ. ഒരാളിവിടെ നിറഞ്ഞ് ലാവ് പോലെ അങ്ങനെ നിൽക്കുകയാണ് പ്രഭ തൂങ്ങിക്കൊണ്ട്. ഇത് സത്യത്തിലൊരു വലിയ ഫോർമേഷൻ രീതിയാണ്. രണ്ട് തരത്തിൽ ഫോർമേഷൻ കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതോറിറ്റേറിയനായി മാറാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആധികാരികത ഉപയോഗിച്ചുകൊണ്ട് അതോറിറ്റേറ്റീവായിട്ട് മാറാം. പലപ്പോഴും അധികാരം മാത്രമേ ഉണ്ടാകാറുള്ളൂ, അതോറിറ്റി ആധികാരികത ഉണ്ടാകാറില്ല. യേശുവിന് ആധികാരികത ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികാരമുള്ളവനെ പോലെ അവൻ പഠിപ്പിച്ചു എന്ന് ഫരിസേയർ പരാതി പറഞ്ഞു. അവർക്ക് അധികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതോറിറ്റേറിയൻ ആയിരുന്നു. സക്കറിയാസ് അച്ഛൻ ആധികാരികത ഉള്ളവനായിരുന്നു. അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ആധികാരികതയുടെ ചൈതന്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ അത്ഭുതങ്ങളുണ്ടായത്രേ. പണ്ടത്തെ മിഷനറിമാരൊക്കെ ചെയ്തിരുന്ന വലിയൊരു കാര്യമുണ്ട്. അവർ നമ്മുടെ നാട്ടിൽ വന്ന് അങ്ങേറ്റം ബുദ്ധിമുട്ടുള്ള ഭാഷ മലയാളം പഠിച്ച് മലയാളത്തിലൊക്കെ പ്രസംഗിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നതൊരു തമാശയായിരുന്നെന്ന് കുന്നപ്പള്ളി അച്ഛൻ എഴുതുന്നു. കൂടെ ഒരുപാട് നാളുണ്ടായിരുന്ന ആളാണ് കുന്നപ്പള്ളി അച്ഛൻ. അദ്ദേഹം പറയുക, ആദ്യമൊക്കെ ഇദ്ദേഹം മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ ചില പ്രദേശത്തൊക്കെ ഇങ്ങനെ കമൻറ്റ് പറയും, ഓ അച്ഛൻ മലയാളവും പഠിച്ചു തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് മലയാളം വാക്കുകൾ വരുന്നുണ്ട്. അദ്ദേഹം പ്രയോഗിച്ച മലയാള പദങ്ങളൊക്കെ സ്പാനിഷോ ഇംഗ്ലീഷോ ആയി അവർക്ക് തോന്നിയിട്ടുണ്ടാവും. പിന്നീട് അദ്ദേഹം മലയാള ആശയങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എഴുതി സുന്ദരമായിട്ടുള്ള പ്രസംഗങ്ങൾ പറയുമായിരുന്നു. കുരിശിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയൊരു പ്രസംഗം അതേപടി ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. കുരിശിനെക്കുറിച്ചുള്ള പ്രസംഗം വളരെ സുന്ദരമായ മലയാളത്തിലുള്ള പ്രസംഗമാണ്. അതിൽ ഫിലിപ്പിനേരിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പിനേരി മരണാസന്നനായി കിടക്കുകയാണ്. അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞു, എനിക്ക് അവസാനമായിട്ട് എൻ്റെ പുസ്തകം കയ്യിലേക്ക് തരിക. ആരോ കുർബാന പുസ്തകം എടുത്തു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അതല്ല എൻ്റെ പുസ്തകം തരിക. വീണ്ടും ആരോ നമസ്കാര പുസ്തകം എടുത്തു കൊടുത്തു. ഇതല്ല എൻ്റെ പുസ്തകം. അവസാനം അദ്ദേഹം പറഞ്ഞു, എൻ്റെ പുസ്തകം കുരിശാണ് എൻ്റെ പുസ്തകം. അദ്ദേഹം ജീവിതകാലം മുഴുവൻ വായിക്കാൻ എടുത്ത പുസ്തകം അതായിരുന്നു. ആ പുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വേണം അദ്ദേഹത്തിന് മരിക്കാൻ. വീണ്ടും തോമസ് അക്വിനാസ് ബെനവന്തുരയുടെ അടുത്ത് എന്ന് പറയുന്നു, അങ്ങേക്ക് ഇത്രയ്ക്ക് ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? അദ്ദേഹം പറഞ്ഞു, കുരിശിൽ നിന്ന്. കുരിശിൻ്റെ ചുവട്ടിലിരുന്നാണ് ഞാൻ ധ്യാനിക്കുക, കുരിശിൽ നിന്നാണ് ജ്ഞാനം എന്നിലേക്ക് ഒഴുകിയിറങ്ങുക. ഇങ്ങനെയൊക്കെ വളരെ രസകരമായ ആശയങ്ങൾ, ഗഹനമായ ആശയങ്ങൾ രസകരമായ രീതിയിൽ മലയാളത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. സക്കറിയാസ് അച്ഛൻ ഗുണയ്ക്ക് ദൃക്കായിരുന്നു. എപ്പോഴും നല്ലത് കാണാൻ ശ്രമിക്കുന്ന ഒരാൾ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയായിരുന്നു, അതായത് ചില ആളുകളുണ്ട് 100% പെർഫെക്ഷൻ നോക്കും, ഒരു നല്ല കാര്യം ചെയ്യില്ല. എപ്പോഴും ദോഷവശങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് കണക്ക് കൂട്ടലുകളും നടത്തി അവസാനം ഒന്നും ചെയ്യാതെ മടങ്ങിപ്പോകും. സക്കറിയാസ് അച്ഛൻ പറയുന്നു, അതുകൊണ്ട് എന്ത് ഗുണം? ദോഷൈക ദൃക്ക് ഒരുപാട് പറഞ്ഞ് ഒന്നും ചെയ്യാതെ പോകുന്നു. ഗുണൈക ദൃക്ക് അധികം ഒന്നും ചിന്തിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. രണ്ടാമത്തെ വഴിയല്ലേ ബെറ്റർ പാത്ത്. ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലേക്ക് വെട്ടം വീശുന്ന ധാരാളം സംഭവങ്ങളും ഗ്രന്ഥകർത്താവ് ഒന്നിനു പുറകെ ഒന്നായിട്ട് പുസ്തകത്തിൽ ഛായാചിത്രം പോലെ
വരച്ച് ചേർക്കുന്നുണ്ട്. പലപ്പോഴും സംഭവിക്കാറുള്ള വലിയൊരു പ്രശ്നം അതിപരിചയാതവജ്ഞ. പണ്ടത്തെ ഒരു എക്സ്പ്രഷനാണ്. അതായത് അതിപരിചയം ഒരാളെക്കുറിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും അവജ്ഞ തോന്നും. അകലെ നിന്ന് ഒരു മാതൃക ബിംബമായിരുന്നു. പക്ഷേ അടുത്തേക്ക് വന്നപ്പോൾ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞുപോയി. കാരണം അതിപരിചയാതവജ്ഞ ഉണ്ടായി. കാരണം അടുത്ത് നിന്നപ്പോഴാണ് മഹാനായി തോന്നിയിരുന്ന മഹാകൊടുമുടി പോലെ നിന്നിരുന്ന ആൾ ഒന്നുമല്ല എന്ന ചിന്ത ഒരാൾക്കുണ്ടാവുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നവർക്കൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുവാൻ സാധിച്ചിട്ടുള്ളത്രേ. ഓരോ എൻകൗണ്ടറിലും ഇദ്ദേഹത്തിന് നന്മയുടെ ഓരോ തലങ്ങൾ കണ്ടെത്തുകയായിരുന്നത്രേ അവർ. ഒരു സന്യാസി എന്ന നിലയിൽ അദ്ദേഹം എടുത്ത 3 വ്രതങ്ങൾക്ക് പുറമെ മറ്റൊരു വ്രതം കൂടി അദ്ദേഹം എടുത്തിട്ടുണ്ടോ എന്ന സംശയം കുന്നപ്പള്ളിയച്ചൻ എഴുതുന്നു. കാരണം കഠിനാധ്വാന വ്രതം എന്നുള്ളത് അദ്ദേഹത്തിന് തനി വ്രതം പോലെ തന്നെയായിരുന്നു. ഒരു നിമിഷം പോലും വെറുതെ കളയില്ല. ഒരു നിമിഷം പോലും പാഴാക്കി കളഞ്ഞാൽ അത് വലിയ മാരക പാപം പോലെ അദ്ദേഹം കണ്ടിരുന്നു. മുഴുവൻ സമയം ജോലി, വിശ്രമത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാത്ത ഒരവസ്ഥ. ഇതിനിങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ട് കയ്യടിക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. അരങ്ങിൽ നിറഞ്ഞു നിൽക്കുവാൻ സക്കറിയാച്ചനെ കിട്ടില്ലത്രേ. അണിയറയിലെ അദ്ദേഹത്തെ കണ്ടെത്തേണ്ടതുള്ളൂ. സെയിൻറ്റ് ജോസഫിനെ കുറിച്ച് എഴുതപ്പെട്ടതുപോലെ ഹിഡൻ സെയിൻ്റാണ്, അണിയറയിൽ മറഞ്ഞിരിക്കുന്ന ഒരു മഹാവിശുദ്ധൻ, നിലാവ് പോലെ, പിൻനിലാവ് പോലെ. നവംബർ 5-ാം തീയതി ഇദ്ദേഹത്തിന് പേടിയുള്ള ദിവസമാണ്. സക്രിയയുടെ തിരുനാളാണ് അന്ന്. ഇദ്ദേഹത്തിൻ്റെ ഫീസ്റ്റ് ഡേ ആയതുകൊണ്ട് അദ്ദേഹത്തെ വിഷ് ചെയ്യാൻ ധാരാളം പേരെത്തിയെന്ന് വരാം. അദ്ദേഹം പേടിച്ചിരുന്ന ഒരൊറ്റ കാര്യം, അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ നല്ലത് പറഞ്ഞ് മുന്നിലേക്ക് നീക്കി നിർത്തുന്നതായിരുന്നു അത്രേ. അതെന്തുകൊണ്ടും അദ്ദേഹത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുളവാക്കുന്ന കാര്യമായിരുന്നു അത്രേ. നമ്മളൊക്കെ ഇപ്പോൾ മുന്നിൽ നിൽക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലെക്സുകളിലും എല്ലായിടത്തും യേശുവിനേക്കാളും വലിയ മുഴുപ്പിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളെ തന്നെ ആരാധിക്കൂ എന്ന മട്ടിൽ എല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഞാനേയും ചോദിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുക. ചെല്ലുന്നിടത്തൊക്കെ ഞാൻ പറയുന്നതിനെക്കുറിച്ച്, എൻ്റെ നേട്ടങ്ങളെക്കുറിച്ച്, ചെന്ന് നിൽക്കുന്നത് എന്നിൽ തന്നെ, മൊത്തത്തിൽ പണ്ട് കുഞ്ഞുണ്ണി മാഷ് എഴുതിയ പോലെ എൻ്റെ കാലിലൂടെ നടക്കാൻ മാത്രമേ എനിക്കറിയാൻ സാധിക്കുന്നുള്ളൂ. നമ്മൾ നമ്മുടെ കാലിലൂടെ മാത്രം നടക്കുന്നു, നമ്മിൽ മാത്രം എത്തിച്ചേരുന്നു, എല്ലാവരും നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹം വിശുദ്ധ ബെർണാർദിൻ്റെ വാക്കുകൾ കടമെടുക്കുന്നു. ബെർണാർദ് പ്രസംഗിക്കുമ്പോൾ അനുഗ്രഹ വാഗ്മിയായിരുന്നല്ലോ. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് അഹങ്കാരം എത്തി നോക്കും. അഹങ്കാരം എത്തി നോക്കുമ്പോൾ ഇദ്ദേഹം അഹങ്കാരത്തോട് സംസാരിക്കും. ഞാൻ നിനക്ക് വേണ്ടിയല്ല തുടങ്ങിയത്, നിനക്ക് വേണ്ടി ഞാൻ അവസാനിപ്പിക്കുകയുമില്ല ഈ പ്രസംഗം, അതുകൊണ്ട് നീ അങ്ങ് മാറി നിൽക്കുക. ഈ ബെർണാർദിൻ്റെ വാക്കുകൾ ഇദ്ദേഹം എപ്പോഴും കോട്ട് ചെയ്യുമായിരുന്നു അത്രേ. തുടങ്ങുന്നത് ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു, അവസാനിപ്പിക്കുന്നതും ഈശോയ്ക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതങ്ങ് മാറി നിൽക്കുക എന്ന് അദ്ദേഹം തന്നോട് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്രേ. ഇനി പണ്ടത്തെ മഹാമിഷണറിമാരൊക്കെ ലാളിത്യത്തിൻ്റെ പ്രവാചകന്മാരായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഉടനീളം ഒന്നുമില്ലായ്മയുടെ ഒരു സൗന്ദര്യം നിറഞ്ഞു നിന്നിരുന്നു. ഒന്നുമില്ലാത്തവർ, ആകാശം പോലെ വിശാലമായവർ, അതായിരുന്നു അവർ. ഇദ്ദേഹത്തിന് സ്വന്തമായ അധികം വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്രേ. വസ്ത്രങ്ങളൊക്കെ സ്വയം തുന്നിക്കൂട്ടി വീണ്ടും കീറലുകൾ തുന്നി അവസാനം തുന്നലുകൾ നിറഞ്ഞു നിൽക്കുന്ന വസ്ത്രം അതേ കൊടുക്കുമ്പോൾ മറ്റച്ഛന്മാർക്കൊക്കെ ഇതൊരു സങ്കടം തോന്നും. അപ്പോൾ അവരെന്ത് ചെയ്യും? അലക്കുവാൻ വേണ്ടി അലക്കുകാരനിലേക്ക് വസ്ത്രം കൊടുത്തത് വിടുന്ന പതിവാണ് അന്നുള്ളത്. അപ്പോൾ അന്ന് പുതിയ വസ്ത്രങ്ങൾ തയ്പ്പിച്ചിട്ട് അലക്കുകാരൻ്റെ കൈവശം കൊടുത്തു വിടും. അദ്ദേഹം ആ വസ്ത്രങ്ങളും പഴയ വസ്ത്രങ്ങളോടൊപ്പം ചേർത്ത് സക്രിയാസച്ചന് എത്തിച്ചു കൊടുക്കും. അപ്പോൾ സ്വന്തം വസ്ത്രം ഏതെന്ന് വ്യക്തമായ ഓർമ്മകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുതിയ വസ്ത്രമായാലും പഴയ വസ്ത്രമായാലും അദ്ദേഹം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ട് പുതിയ വസ്ത്രം അവർ ഉടുപ്പിച്ചിരുന്നത്രേ. ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. കാരണം സ്വാർത്ഥതയും അഹന്തയും എല്ലാം പെരുകി നമ്മുടെ ഉള്ളിൽ തന്നെ വല്ലാത്ത ശ്മശാനങ്ങൾ വന്നു തരികയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ജീവിക്കുന്ന, ചലിക്കുന്ന മൃതദേഹങ്ങൾ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ജീവിച്ച, ഇതുപോലെ മരിച്ച മനുഷ്യരെയൊക്കെ ഇടയ്ക്ക് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരും. അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകട്ടെ
എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പുസ്തകം, പണ്ടത്തെ ഈ പുസ്തകം, വെറും 2.5 രൂപയ്ക്ക് കിട്ടുമായിരുന്ന ഈ പുസ്തകം, അതിൻ്റെ എല്ലാ മൂല്യത്തോടും കൂടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നല്ല യാത്ര നേരുന്ന ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.